2020 ഭാഗമായിട്ട് ഇനിയും തുടരും. രാഷ്ട്രീയ അഭിപ്രായം പറയുന്നത് ഞാനിപ്പോ 2020-ലല്ലേ? അപ്പൊ ഇനി മുന്നോട്ടും 2020 കാണാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അത് പുതിയതായിട്ട് മോഡിഫിക്കേഷനെ കുറിച്ച് എന്താ പറയാ? എന്തൊക്കെ മോഡിഫിക്കേഷൻ ആണ് അധികമൊന്നല്ലേ? മറ്റേ ശബ്ദം മാത്രം എല്ലായിടത്തും കേൾക്കാൻ കിട്ടും. അല്ല, അഖിലേട്ടാണ് ഇപ്പൊ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ED സതീശനെതിരെ പ്രതികരിച്ചത് കഴിഞ്ഞ അഖിലേട്ടൻ ഒരു പൊതുവേദിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. ഒരു മാസമായിട്ടുള്ള ഇലക്ഷൻ കഴിഞ്ഞിട്ട് അതായിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. അതിന്റെ മീഡിയ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇങ്ങോട്ട് വരാം ഒന്നില്ലാതെ കാണുന്നില്ലായിരുന്നു. എന്താണ് മുഖ്യമന്ത്രിയെ കുറിച്ചിട്ട് എന്താണ് ഏകദേശം ഒരു മാസത്തിലായി എന്താണ് ചിരി വൈറലായിട്ടുണ്ടായിരുന്നു, മോഡിഫിക്കേഷൻ വൈറലായിട്ടുണ്ടായിരുന്നു. എന്താ പറയാ പുതിയ വണ്ടിയിൽ എന്തെങ്കിലും മോഡിഫൈ അല്ലടാ, അതെ ആക്ച്വലി അതിനകത്ത് നമ്മളെ രാജ്യത്ത് ഒരു നിയമമുണ്ടല്ലോ, ആ നിയമത്തിന് അനുസരിച്ചുകൊണ്ടുള്ള കാര്യങ്ങളല്ലേ ചെയ്യാൻ പറ്റൂ. ഇത് യഥാർത്ഥത്തില് തെരഞ്ഞെടുപ്പിന് മുൻപ് വേറെ പലർക്കും പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഗണേഷ് കുമാർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. ഇത് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യം ഞാനും അതേ പറഞ്ഞോളൂ. അതായത് ഇപ്പം നിങ്ങളുടെ ഓൺലൈനിൽ ഏതൊരു പനല്ലേ ചോദിച്ചത് ആ ചോദ്യം പുള്ളിയോട്. അതിനകത്തൊരു കുഴപ്പം വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് നമ്മൾ CM-നെ കുറ്റം പറയുന്നതല്ല, നടപ്പിലാക്കാൻ പറ്റില്ല. കാരണം ഇത്ര നിയമങ്ങളെ പറ്റൂ. ഞാനത് ട്രാൻസ്പോർട്ട് ഡെപ്യൂട്ടി കമ്മീഷനോട് ഞാൻ വിളിച്ച് ചോദിച്ചതാണ് എന്തെങ്കിലും സാധ്യത ഇതിനകത്തുണ്ടോ. അതിനുശേഷമാണ് ഞാനും ഫേസ്ബുക്കിൽ ആദ്യം പോസ്റ്റ് എഴുതുന്നത്. കാര്യം ഇതിനകത്ത് നിയമപരമായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ഇപ്പം മോഡിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ സ്റ്റിക്കർ വർക്കൊക്കെ ഓക്കെയാണ്, അത് നേരത്തെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ റാപ്പൊന്നും നേരത്തെ അനുവദിക്കത്തില്ലായിരുന്നു. നമ്മൾ PPF റാപ്പ്, നമ്മൾ കളർ റാപ്പൊന്നും അനുവദിക്കത്തില്ലായിരുന്നു. അതൊക്കെ ചില അനുവദിച്ചേക്കാം. കേസിനെ കുറിച്ച് കോടതി ചോദിക്കുന്ന ഞാൻ നോക്കിയില്ലല്ലോ. അത് ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, അത് റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പറയുന്നുണ്ടല്ലോ ഷിയാസ് കരീമിന്റെ. എന്താണ് ഒരു ചോദ്യം ചോദിക്കുന്നത് വ്യക്തമായിട്ട് ചോദിച്ചാൽ എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ പറയാം. ഇപ്പോൾ അഖിലേട്ട ഒരു ഡയറക്ടറാണ്, ഒരു നടനാണ്. അപ്പോൾ മലയാള സിനിമയിൽ ഇപ്പം അമ്മ സംഘടനയെ കുറിച്ചിട്ട് ഇപ്പോൾ വാർത്തകൾ ആളുകളിലേക്ക് എത്തുന്ന ഒരു ഇതിനകത്ത് ആ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവര് അതിനുള്ള കൃത്യമായ മറുപടി പറയും. നമ്മൾ അതിൽ നിന്നൊക്കെ വെളിയിൽ നിൽക്കുന്ന ഒരാളാണ്. ഒരു സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് അത് സമൂഹത്തെ ബാധിക്കുന്ന ഒരു വിഷയമായി മാറുമ്പോൾ മാത്രം നമ്മളത് ചർച്ച ചെയ്യും. അവർക്കിടയിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ഒരു ക്രിമിനലായിട്ട് ഉള്ള ഒഫൻസാണ് അൻസിബ ഉന്നയിച്ചിരിക്കുന്നത്. ആ ഒഫൻസിന് നിയമപരമായിട്ട് മുന്നോട്ട് പോവുക. അത് പൊതുജനത്തെ ബാധിക്കുന്ന വിഷയമല്ല. അവിടെ 2-3 വ്യക്തികൾക്കിടയിലുണ്ടായ വിഷയമാണ്. പൊതുജനത്തെ ബാധിക്കുന്ന അല്ലെങ്കിൽ വേറൊരാൾക്ക് ദോഷകരമാകുന്ന ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറഞ്ഞാൽ ഓക്കെ എന്ന് പറയാം. അല്ലാത്ത വിഷയങ്ങൾ നമ്മൾ അഭിപ്രായം ചോദിക്കുന്നതിലോ പറയുന്നതിലോ വലിയ അർത്ഥമൊന്നുമില്ല. കാര്യം ഒരു മാറ്റം ഉണ്ടാവാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഈ ഇതിൽ ബാധിക്കപ്പെട്ട ടിനി ടോം ആണെങ്കിലും ലക്ഷ്മിപ്രിയ ആണെങ്കിലും ഈ ടിനി ടൈം ആണുങ്ങൾ കൂടുതലും ഇതിനെപ്പറ്റി പുറത്ത് പറയാൻ ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞത് ഇത് ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇത് പൊതുസമൂഹത്തിൽ ഇതിനകത്തൊന്നും ഒരു മാറ്ററും ഇല്ല. ഓരോ സിനിമ ഇറങ്ങുന്നു, ഇഷ്ടപ്പെടുന്നവർ പോയി കാണുന്നു, അല്ലാത്തവർ ആ സിനിമ അത് ബഹിഷ്കരിക്കുന്നു അല്ലെങ്കിൽ കാണാതിരിക്കുന്നു, പിന്നീട് OTT വരുമ്പം കാണുന്നു. അപ്പോൾ ജനത്തെ ബാധിക്കുന്ന ഒരു വിഷയമാണെന്നുണ്ടെങ്കിൽ സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് അഭിപ്രായം പറയാനുണ്ട്. ഞാൻ ഇന്നിപ്പോൾ രാത്രി ഞാൻ യാത്ര പോവാണ്, ദുബായ് പോവാണ്, അപ്പോൾ എയർപോർട്ടിൽ പോവാണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ വിശദമായിട്ട് പിന്നെ കാണാം. അതിലായിട്ട് അതുപോലെ ഇപ്പം കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ ഒരു രൂപീകരിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു അക്കൗണ്ട് തന്നെ പെട്ടെന്ന് റീച്ചായി ഒരുപാട് ഫോളോവേഴ്സ് വന്ന് ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇല്ല, അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഇവിടെ നമ്മുടെ എപ്പോഴും ഭരണത്തോട് വിരുദ്ധ വികാരം ഉണ്ടാവുകയും ആ ഭരണവിരുദ്ധ വികാരം ജനങ്ങൾക്കിടയിൽ പ്രതിഫലിക്കുകയും ചെയ്യും. ഇപ്പം BJP വിരുദ്ധ വികാരം ഉൾക്കൊള്ളുന്ന ആൾക്കാർ, അത് കോൺഗ്രസ്സുകാരുണ്ടാവാം, ആം ആദ്മി പാർട്ടിക്കാരുണ്ടാവാം, കമ്മ്യൂണിസ്റ്റുകാരുണ്ടാവാം, അവരെല്ലാം സോഷ്യൽ മീഡിയ വഴി ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാവും. അതിനപ്പുറത്തേക്ക് ഇതിനൊരു പൊളിറ്റിക്കൽ മൂവ്മെന്റ് ആയിട്ട് ഒരു പൊളിറ്റിക്കൽ ആശയത്തിന്റെ ഭാഗമായിട്ടൊന്നും ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല. ഇന്നിപ്പോൾ ജന്തർ പോലും വളരെ കുറച്ച് ആൾക്കാരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പുതിയ തലമുറയ്ക്ക് പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്പേസിനായിട്ട് അവരിത് കാണുന്നെങ്കിൽ നല്ല കാര്യം. ഇവിടെ ഞാനൊരിക്കലും ഇതിനൊന്നും എതിർക്കുന്ന ഒരാളൊന്നുമല്ല, അല്ലെങ്കിൽ ഇതിനെ തള്ളിപ്പറയുന്ന ഒരാളുമല്ല, ഇത് അടിച്ചമർത്താൻ ആഗ്രഹിക്കുന്ന ഒരാളുമല്ല. തീർച്ചയായിട്ടും കുട്ടികളായാലും അതിന് കൗമാരക്കാരായാലും യൗവനത്തിൽ നിൽക്കുന്നവരായാലും അതിന് മുന്നോട്ടുള്ളവരായാലും അവർക്ക് തുറന്ന അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തുണ്ടാവണം. അവിടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കണം എന്നൊന്നും ഇല്ലല്ലോ. രാഷ്ട്രീയ അഭിപ്രായം പറയാമല്ലോ. അവര് പറയുന്നത് ഇലക്ഷന്റെ സമയത്ത് കോൺഗ്രസ് പാർട്ടിയിൽ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് ബസ്സിൽ യാത്ര ചെയ്യാമെന്ന്.
ആ സമയത്ത് അവർ പക്ഷെ പറഞ്ഞില്ല ഓർഡിനറി ബസ്സിലോ ഇല്ല ചില സംസ്ഥാനങ്ങൾ. അതിനെങ്ങനെയാണ് പറയുന്നത്? ഈ വിഷയമൊക്കെ ആക്ച്വലി ഞാൻ നേരത്തെ തന്നെ പറഞ്ഞതാണ്, സൗജന്യം കൊടുക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇപ്പോൾ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് അത് യഥാർത്ഥത്തിൽ ഈ പുതിയ കാലഘട്ടത്തിൽ ശരിയായ കാര്യമാണോ? പുരുഷന്മാരിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരില്ലേ? പുരുഷന്മാരിൽ ശാരീരികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരില്ലേ? അന്നന്നത്തെ അധ്വാനത്തിന് ബുദ്ധിമുട്ടുന്ന എത്രയോ മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പം ഇങ്ങനൊരു കാര്യം അവർക്ക് ചെയ്യണമായിരുന്നെങ്കിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒന്നുകിൽ BPL കാറ്റഗറിയിൽ നിന്നോ മറ്റെന്തെങ്കിലും രീതിയിലോ അല്ലെങ്കിൽ വരുമാനത്തിന്റെ ഒരു അടിസ്ഥാനത്തിലോ അവർ ഇത് നടപ്പിലാക്കാൻ പറ്റും. ഇതിപ്പോൾ സ്ത്രീകളെന്ന് പറയുമ്പോഴത്തേക്ക് 1.5 ലക്ഷം ശമ്പളം മേടിക്കുന്ന IT മേഖലയിൽ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ നമുക്കിടയിലില്ലേ? 50,000-ന് മുകളിൽ ശമ്പളം മേടിക്കുന്ന കേന്ദ്ര സർക്കാർ ജോലിക്കാരില്ലേ? അതേപോലെ പ്രൈവറ്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഉന്നത ശമ്പളം മേടിക്കുന്ന ആൾക്കാരില്ലേ? അവർക്കെല്ലാം സൗജന്യ യാത്ര KSRTC കൊടുക്കേണ്ട കാര്യം എന്താണ്? അതേസമയം ഒരു പുരുഷൻ, അവന് ജോലി ചെയ്യാനുള്ള മാർഗമില്ല, അവൻ ശാരീരികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുവനാണ്, അവന് സൗജന്യം കൊടുക്കാം. അങ്ങനെ കൊടുക്കണമെങ്കിൽ അവിടെ അതുകൊണ്ട് പിന്നെ ഇപ്പം ഞാൻ വേറൊരു രസകരമായ കാര്യം ചോദിക്കുകയാണ്. ഒരു ട്രാൻസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾ ബസ്സിൽ കയറി കഴിഞ്ഞാൽ അവരിൽ ട്രാൻസ് ആയാലും ചിലർ സ്ത്രീയാണെന്ന് പറയുന്നവരാണല്ലോ. ഞാൻ സ്ത്രീയാണ്, ട്രാൻസ് വുമൺ ആണെന്നാണ് അവർ പറയുന്നത്. ഒരു ട്രാൻസ് വുമണിനെ ഈ ഒരു കാറ്റഗറിയിൽ അവർ എങ്ങനെയാണ് പെടുത്തുക? അപ്പം അവിടെ ഒരു വിവേചനം വരികയല്ലേ? ഒരു ജെൻഡർ അടിസ്ഥാനത്തിൽ ഒരു വിവേചനമല്ലേ വരുന്നത്? സമത്വം ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ജെൻഡർ അടിസ്ഥാനത്തിൽ ഇത് കൊടുക്കുമ്പോൾ ഇപ്പം നമ്മൾ ഒരാൾക്ക് സൗജന്യം കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അവരെ ചെറുതാക്കി കാണുന്നതെന്ന് അർത്ഥം. സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ സ്ത്രീകൾക്ക് സൗജന്യം കൊടുക്കുന്നത് എന്നതിന് പോലും വ്യാഖ്യാനമായിട്ട് ഇതിനെ മാറ്റിക്കൂടെ? അപ്പോൾ അതല്ല, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ജനത എന്ന നിലയിലാണെന്നുണ്ടെങ്കിൽ അതിന് സ്ത്രീയില്ല, പുരുഷനില്ല, ട്രാൻസ് ഇല്ല, അവിടെ ഈക്വലാക്കി കൊടുക്കും. ഇത്തരം കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഇക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റൂ. അല്ലാതെ ശാരീരിക ക്ഷമതയുടെ കാര്യത്തിൽ ഇക്വാലിറ്റി കൊണ്ടുവരാൻ പറ്റും പറ്റില്ല. അതുപോലെ ഇപ്പൊ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു കുഞ്ഞിനെ, ഒരു 1.5 വയസ്സുള്ള കുഞ്ഞിനെ, അവനെയൊക്കെ നമ്മൾ നമ്മുടെ നാട്ടിൽ നിയമത്തിന് മാറ്റം പറഞ്ഞു തോന്നുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ടോ? നിയമത്തിന് ആരും പേടിയില്ലാത്ത നിയമങ്ങളാണ് നമ്മുടെ രാജ്യത്തെ ജനതയുള്ള രാജ്യമാണ്. നിയമം മാറുന്നതിന്റെ പ്രശ്നമല്ല. ഇപ്പം ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ കോടതി രാവിലെ 11 മണിക്കാണ് തുറക്കുന്നത്. ഇത്രയും കേസുകൾ പെൻഡിംഗ് ആയി കിടക്കുന്ന സമയത്തും കോടതികൾക്ക് അവധിയുണ്ട്. ശൈത്യകാല അവധിയുണ്ട്, മറ്റേ വേനൽക്കാല അവധിയുണ്ട്. അപ്പോൾ കോടതികൾക്ക് ധാരാളം അവധിയുണ്ട്. രാവിലെ 11 മണിക്കാണ് ഒരു ജഡ്ജി അല്ലെങ്കിൽ മജിസ്ട്രേറ്റ് കോർട്ടിലേക്ക് വരുന്നത്. അപ്പം നമ്മുടെ ഈ കോടിക്കണക്കിന് ജനങ്ങളുള്ള ഈ രാജ്യത്ത് ഇത്രയേറെ പ്രശ്നങ്ങളുള്ള നമ്മുടെ നാട്ടിൽ ഈ സിസ്റ്റം കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെങ്കിൽ ഇതിൻ്റെ സംവിധാനം ഇപ്പോൾ ഒന്നുകിൽ സമയക്രമം മാറണം, രാവിലെ 10 മണിക്ക് തുടങ്ങണം, അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിലധികം കോടതികൾ ഒരു ജില്ലയിൽ വരണം. അങ്ങനെ ഈ സംവിധാനം കൂട്ടി ഇതിനെ സമയബന്ധിതമായി പരിഹരിച്ചു കഴിഞ്ഞാൽ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കാൻ പറ്റും. അഖിലേട്ടൻ ഇനിയും 2020 ഭാഗമായിട്ട് തുടരും. 2020 ഭാഗമായിട്ട് ഇനിയും തുടരും. രാഷ്ട്രീയ അഭിപ്രായം പറയുന്നത് ഞാനിപ്പോൾ 2020-ലല്ലേ? അപ്പൊ ഇനി മുന്നോട്ടും 2020-ലും കാണാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. അത് സാബു ജേക്കബ് എന്ന് പറയുന്ന ഞങ്ങളുടെ പാർട്ടിയുടെ ചെയർമാൻ, ഞാൻ എന്താണ് ആ പാർട്ടിക്ക് വേണ്ടി ചെയ്യേണ്ടതെന്ന് എന്നോട് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ 100% എന്തേ ഞാൻ നിനക്ക് മെസ്സേജ് കാണിച്ചാൽ ഞാൻ സാബു സാറിന് അങ്ങോട്ട് അയച്ചേക്കാണ്. എന്ത് കാര്യവും നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാഷ്ട്രീയം പറയാനും രാഷ്ട്രീയം സംസാരിക്കാനും ആഗ്രഹിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമ്മളങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് നമുക്ക് അതിനുള്ള അവസരം നൽകുക എന്നതാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം നമുക്ക് അങ്ങനെ ഒരു അവസരം നൽകുന്ന സമയത്ത് അദ്ദേഹം എന്താണോ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നൽകുന്ന ചുമതല, ആ ചുമതല ഏറ്റവും മനോഹരമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ആഗ്രഹിക്കുന്നതായിരിക്കും. ഞാൻ വെറുതെ കയറി 2020 ഉത്തരവാദിത്തം എനിക്ക് ഏറ്റെടുക്കാൻ പറ്റും. സാബു ജേക്കബിന്റെ അതേപോലെ തന്നെ ഈ ഇലക്ഷനെ സംബന്ധിച്ച് കുറെ അധികം പരിഹാസങ്ങൾ അഖിലേട്ടന് ഇലക്ഷൻ സമയത്ത് നേരിട്ടുണ്ടായിരുന്നു. അത് മെന്റലി ഇനി പാർട്ടി മാറാന്നുള്ള തീരുമാനം അങ്ങനെ രീതിയിൽ മാറിയിട്ടില്ലല്ലോ എന്നുള്ളതാണ്. അതെന്തിനാണ് പരിഹസിക്കുന്നത്? അവരുടെ വിഡ്ഢിത്തരം. അത് ഉൾക്കൊണ്ടിട്ട് സ്വയം നശിച്ച് നടക്കുന്ന പരിപാടി എനിക്കുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? അഖിലേട്ടാ, അതുപോലെ ഇലക്ഷന്റെ സമയത്ത് ഒരു വീഡിയോ വെച്ച് കൊടുക്കും പറഞ്ഞായിരുന്നു. ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം അതിന്റെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇന്ന് മാറി വിളിച്ചു അവരുടെ. അതെന്ന് വെച്ചാൽ അവരുടെ അമ്മയുടെ പേരിലാണ് കരമടച്ച രസീതുള്ളത്. അത് എടുക്കുക. ഞാനത് എത്ര ഞാനാണത് റിപ്പീറ്റ് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരെക്കാട്ടി വീട് വെച്ച് കൊടുക്കുന്ന ആളാണ് വീട് മേടിക്കുന്ന ആളെക്കാട്ടിയും കൂടുതൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്നും അവരുടെ അടുത്ത് വിളിച്ച് സംസാരിച്ചതേ ഉള്ളൂ. പക്ഷെ അതിനൊരു നമുക്ക് കരമടച്ച രസീതിന്റെ കോപ്പിയും കൂടെ തരണം. കാര്യം അത് പ്രോപ്പർട്ടി പുറമ്പോക്കല്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തണം. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. അത് അവരെനിക്ക് ഇമ്മീഡിയറ്റ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരൊന്ന് 20,000 രൂപ എന്തോ അടയ്ക്കണം വില്ലേജിൽ പോക്കുവരവ് ചെയ്ത് തന്നെ. വണ്ടി എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ഏതാണ് വണ്ടി? പുതിയ എടുക്കാൻ 11,000 രൂപ.